Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം മാത്സ് യൂണിറ്റ് 5 ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. സോ യൂണിറ്റ് 5 കാൽക്കുലസ് ആണ്. ഇതിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ലിമിറ്റ്സ്, ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഓൾസോ ലീനിയർ പ്രോഗ്രാമിംഗ്. So let us start. First question. Evaluate the limit x tends to 0, x divided by root of 1 plus x minus root of 1 minus x. Options A 0, B 1, C 2, D minus 1. Correct answer option B ആണ് 1. So x tends to 0 ആണ് ലിമിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ x divided by root of 1 plus x minus root 1 minus x എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സപ്പോസ് x ന് ഇവിടെ തന്നെ 0 ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 0/0 ഫോം ആണ് കിട്ടുക അല്ലേ. അത് കാരണം നമ്മൾ ആദ്യം തന്നെ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക. അതായത് റൂട്ട് ഓഫ് 1 plus x മൈനസ് റൂട്ട് ഓഫ് 1 minus xന്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കി എടുക്കുക. അത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ x into root of 1 plus x plus root 1 minus x divided by root 1 plus x minus root 1 minus x into അതിന്റെ ആ പെയർ, അതായത് മൈനസ് എന്നുള്ള ടേം പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Then numerator same തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ a plus b into a minus b എന്ന ഡിനോമിനേറ്ററിൽ വരിക a square minus b square. അപ്പോൾ root 1 plus x whole square minus root 1 minus x whole square. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ again x into root 1 plus x plus root 1 minus x divided by, ഇനി ഡിനോമിനേറ്ററിൽ റൂട്ടിന്റെ സ്ക്വയർ പറഞ്ഞാൽ റൂട്ട് റിമൂവ് ആവും അല്ലെ. അപ്പോൾ 1 plus x minus of 1 minus x വരും. അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -1 plus x വരും. സോ 1ഉം -1ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ നോക്കിയാൽ അറിയാം 1ഉം -1ഉം ക്യാൻസൽ ആവും. എക്സും പിന്നെ മൈനസ് x എന്ന് പറയുന്നത് പ്ലസ് എക്സ് ആവും. സോ x plus x 2x കിട്ടും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ ഇനി x into root 1 plus x plus root 1 minus x divided by 2x. ഇവിടുത്തെ എക്സും ന്യൂമറേറ്ററിൽ എക്സും ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് x tends to 0. അപ്പോൾ ഈ ടേം 0 ആവും, ഇതും 0. അപ്പോൾ റൂട്ട് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 1 plus 1/2, അതായത് 2/2, ദാറ്റ് ഈസ് 1 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate limit x tends to pi/4 sec square x minus 2 divided by tan x minus 1. Options A 3, B 1, C 0, D 2. Correct answer option D ആണ് 2. അപ്പോൾ ലിമിറ്റ് x tends to pi/4 ആണ്. ഇനി sec square x ന്റെ ഫോർമുല എന്ന് പറയുന്നത് 1 plus tan square x ആണ്. അപ്പോൾ 1 plus tan square x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -2 അങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ tan x minus 1. ദാറ്റ് ഈസ് ഈ 1 minus 2 എന്ന് പറയുന്നത് എന്താ, -1 ആണ് അല്ലെ. 1 minus 2 എന്ന് പറയുന്നത് -1 ആണ്. സോ tan square x minus 1 divided by tan x minus 1. ഇനി tan square x minus 1 പറഞ്ഞാൽ tan square x minus 1 square തന്നെ അല്ലേ. അപ്പോൾ a square minus b square ഫോം. സോ a plus b into a minus b ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. tan x minus 1 into tan x plus 1. ഇനി ഡിവൈഡഡ് ബൈ ഈ tan x minus 1 ഉണ്ട്, ഈ ടേമും ക്യാൻസൽ ആയി പോകും. സോ tan x plus 1 മാത്രം വരും. അവിടെ x ന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ tan pi/4 നമുക്കറിയാം 1 ആണെന്ന്. So 1 plus 1, that is 2 ആണ് ആൻസർ. Next question. If y is equal to 1 plus 1 by x square divided by 1 minus 1 by x square, then dy by dx is. അപ്പോൾ നമുക്ക് y യുടെ വാല്യൂ തന്നിട്ട് അതിൽ നിന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് dy by dx കാണണം. ഓപ്ഷൻസ് A -4x by x square minus 1 whole square, B -4x by x square minus 1, C 1 minus x square by 4x, D 4x by x square minus 1. Correct answer option A ആണ്, -4x divided by x square minus 1 whole square. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന y ടേം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് എന്നിട്ട് നമ്മൾ ഡിനോമിനേറ്റർ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കില്ല, അതുപോലെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്ലിയർ ചെയ്യുക. സോ x square plus 1, അപ്പോൾ ന്യൂമറേറ്ററിൽ x square plus 1 divided by x square വരും. ഡിനോമിനേറ്ററിൽ x square minus 1 by x square വരും. ഈ x squareും ഈ x squareും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് x square plus 1 by x square minus 1 എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഇതിപ്പോൾ y ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി dy by dx കാണാം. അപ്പോൾ y is equal to x square plus 1 by x square minus 1. ഇനി dy by dx കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ x. അപ്പോൾ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് gf', അതായത് f by g യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് gf' minus fg'
ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. ഇതാണ് കോഷ്യന്റ് റൂൾ അല്ലെ, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ കോൺസെപ്റ്റിൽ മനസ്സിലാക്കിയാലും മതി. സോ ഇവിടെ ജി എന്ന് പറയുന്നത്, അതായത് എഫ് ബൈ ജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും ജി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വണ്ണും. സോ ജി ഇൻറ്റു എഫ് ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. നെക്സ്റ്റ് മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ് എന്ന് പറയുന്നത് അഗെയിൻ 2x എന്ന് വരും, ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ ലാസ്റ്റ് 2x ഇൻറ്റു മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ കിട്ടും. അതായത് 2x ഇൻറ്റു മൈനസ് 2 മൈനസ് 4x ആണ്, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ. Next question. Evaluate limit x tends to 0, 1 raised to x plus 2 raised to x plus 3 raised to x plus etc. n raised to x whole divided by n whole raised to 1 by x. ഈ ഒരു ലിമിറ്റ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് എ n factorial whole raised to 1 by n, b n factorial raised to n, c n factorial, d natural log of n factorial. Correct answer option A ആണ്, n factorial raised to 1 by n. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് x tends to 0, 1 raised to x plus etc. n raised to x whole by n whole raised to 1 by x ഫോം ആണ്. സോ ഇവിടെ ഇപ്പോൾ സപ്പോസ് നമ്മൾ x എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 1 raised to x 2 raised to x ഇതെല്ലാം ചെയ്താലും x ന് ഇപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? ഈച്ച് ടേം raised to 0 വരും. ഏതൊരു ടേം raised to 0 1 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ടൈംസ് വരുന്നുണ്ട് അല്ലേ? കാരണം എന്താ, 1 ബൈ എക്സിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ 1 ബൈ 0 ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. സോ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പിന്നെ ഈ ബ്രാക്കറ്റിലെ ടേം എന്തായിട്ട് കിട്ടും? നമുക്ക് എല്ലാം റേസ് ടു 0 കിട്ടും, ദാറ്റ് മീൻസ് 1. അപ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം ആണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? സോ നമ്മളിവിടെ എക്സ്പോണൻഷ്യൽ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയോ? അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇ റേസ് ടു ഈ ടേം, അതായത് ലിമിറ്റ് x tends to 0, 1 raised to x plus 2 raised to x plus etc. n raised to x by n minus 1. Okay, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. minus 1 whole raised to into 1 by x ട്ടോ, minus 1 into 1 by x. Okay, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. 1 raised to infinity ഫോം വന്നതുകൊണ്ടാണ് ഇതിനെ എക്സ്പോണൻഷ്യൽ ടേമിൽ എക്സ്പ്രസ് ചെയ്തത്. ഇ റേസ് ടു ഈ ഒരു എൻറ്റയർ ടേം പക്ഷെ മൈനസ് 1 ഇൻക്ലൂഡ് ചെയ്യുക ഇൻറ്റു ആ പവർ 1 by x. നെക്സ്റ്റ് ഇ റേസ് ടു ലിമിറ്റ് x tends to 0 ഹോൾ ടേം. ഇനി ഈ മൈനസ് 1 അതിനെ നമ്മൾ ഇതേപോലെ LCM എടുക്കുക, അതായത് n ഇൻറ്റു മൈനസ് 1 ചെയ്യുക. സോ ഈ n ഇൻറ്റു മൈനസ് 1 ചെയ്യുമ്പോൾ മൈനസ് n കിട്ടും. ക്ലിയർ ആയോ? ഹോൾ ഡിവൈഡഡ് ബൈ n എഴുതുക ഇൻറ്റു ഇതേപോലെ ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഈ n എന്നുള്ള ടേം ഔട്ട് സൈഡ് എടുത്തു, x എന്നുള്ളത് ഇൻസൈഡ് എടുത്തു, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. സോ ഹോൾ ബൈ x ഇവിടെ എഴുതാം, 1 by n ഔട്ട് സൈഡ് എടുക്കുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ഇതിനെ ഓരോ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. അതായത് ഈ മൈനസ് n എന്ന് പറയുന്നത് എന്താ? നമുക്ക് മൈനസ് 1 എന്നുള്ളത് n ടൈംസ് ആണ്, അതല്ല മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മൈനസ് 1ഉം ഓരോ ടേമിൻ്റെ ഒപ്പം എഴുതാം. ദാറ്റ് ഇസ് 1 raised to x minus 1 by x. ഓക്കെ, ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യണം. പ്ലസ് നെക്സ്റ്റ് ടേം 2 raised to x minus 1 by x പ്ലസ് എക്സെട്ര n raised to x minus 1 by x. ഓക്കെ, ഇനി ഹോൾ ഇൻറ്റു 1 by n അങ്ങനെ തന്നെ എഴുതി. ഇനി ലിമിറ്റ് x tends to 0, ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a raised to x minus 1 by x എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ ലോഗ് ഓഫ് a ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ഇപ്പോൾ a raised to x എന്ന് പറയുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 2 എക്സെട്ര, നെക്സ്റ്റ് വൺ n അല്ലേ? സോ ln1 പ്ലസ് ln2 പ്ലസ് എക്സെട്ര അപ് ടു ln n ഇൻറ്റു 1 by n. അതായത് ഇതെല്ലാം e raised to ആണ്, ശ്രദ്ധിക്കണം. സോ e raised to 1 by n, ഈ 1 by n ആണ്, 1 by n ഇൻറ്റു നെക്സ്റ്റ് ലാസ്റ്റ് എന്താ വരിക? ln ഇവിടെ നമുക്കിപ്പോൾ ln a പ്ലസ് ln b, അതായത് ln1 പ്ലസ് ln2 എന്താ? ln 1 ഇൻറ്റു 2 ആണ് അല്ലേ? അപ്പോൾ അതേപോലെ n ടേംസ് ഉണ്ടെങ്കിലോ? സോ ln 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു n. ഈ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ അല്ലേ? സോ അത് കാരണം അതിനെ നമ്മൾ e റേസ് ടു 1 by n ഇൻറ്റു ln n ഫാക്ടോറിയൽ എന്ന് എഴുതി. ദാറ്റ് ഇസ് ഇനി 1 by n എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ln 1 by n ln n ഫാക്ടോറിയൽ എന്താ? ln ഓഫ് n ഫാക്ടോറിയൽ ഹോൾ റേസ് ടു 1 by n അല്ലെ? ആ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് പവർ ആയിട്ട് വരും. സോ ഇനി വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ln ഓഫ് ഏതെങ്കിലും x എന്ന് പറയുന്നത് എന്താ? x തന്നെയാണ് എഴുതുക. സോ ഇവിടെ എക്സിന് പകരം എന്താ? n ഫാക്ടോറിയൽ റേസ് ടു 1 by n ആണ്. സോ ഇവിടെ n ഫാക്ടോറിയൽ റേസ് ടു 1 by n ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The derivative of cos inverse 2x square minus 1 with respect to cos inverse x is options A 2, B minus 1 by 2 into root of 1 minus x square, C 2 by x, D 1 minus x square. Correct answer option A 2 ആണ്. അപ്പോൾ ഇവിടെ cos inverse 2x square minus 1ന്റെ with respect to cos inverse x ആണ് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ പുതിയ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലെറ്റ് u is equal to cos inverse 2x square minus 1 and v is equal to cos inverse x. അങ്ങനെയാണെങ്കിൽ u എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ടേം ആണ് cos inverse 2x square minus 1. ഇനി വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ് x equal to cos theta കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ u എന്താവും cos inverse of, ഇനി x ന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് cos theta ആണ്. അപ്പോൾ x square എന്താവും cos square theta minus 1. ഇനി 2 cos square theta minus 1 എന്ന് പറയുന്നത് എന്താ cos 2 theta ആണ്. ഈ ഒരു ടേം എന്ന് പറയുന്നത് cos 2 theta ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cos inverse of cos 2 theta കിട്ടും. ഇനി cos inverse cos x എന്താ x ആണ്. സോ 2 theta that is, ഇനി theta എന്താ ശരിക്കും cos inverse x ആണ്. കാരണം x equal to cos theta ആണെങ്കിൽ cos അങ്ങോട്ട് പോയാൽ theta will be cos inverse x. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി നമുക്ക് du by dv കണ്ടുപിടിക്കണം അല്ലേ. കാരണം ഡെറിവേറ്റീവ് ഓഫ് cos inverse 2x square minus 1 u ആണ്. cos inverse x v ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഓരോന്നും എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത് അല്ലേ. u എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണു. അതായത് u is equal to 2 cos inverse x കിട്ടി. അതേപോലെ v എന്ന് പറയുന്നതും cos inverse x ആണ്. സോ du by dv നെ നമുക്ക് എങ്ങനെ എഴുതാം du by dx divided by dv by dx. അതായത് d by dx of u എന്ന് പറയുന്നത് 2 cos inverse x ആണ് ഡിവൈഡഡ് ബൈ d by dx of v എന്ന് പറയുന്നത് cos inverse x ആണ്. ഇനി cos inverse x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് minus 1 by root of 1 minus x square ആണ്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. സോ minus 2 divided by root of 1 minus x square divided by, ഇനി cos inverse x ന്റെ minus 1 by root of 1 minus x square ആണ്. സോ ഇവിടെ മൈനസും മൈനസും ക്യാൻസൽ ആവും. root of 1 minus x square denominatorലും cancel out. So final answer 2 1. Next question. If y is equal to log of 1 minus x square by 1 plus x square, then dy by dx is options A 4x cube by 1 minus x raised to 4, B minus 4x by 1 minus x raised to 4, C 1 by 4 minus x raised to 4, D minus 4x cube by 1 minus x raised to 4. Correct answer B ആണ് minus 4x by 1 minus x raised to 4. അതായത് y തന്നിട്ടുണ്ട് log of 1 minus x square by 1 plus x square ആണ്. അങ്ങനെയാണെങ്കിൽ dy by dx എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം log ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, log x ന്റെ ഡെറിവേറ്റീവ് എന്താ 1 by x. ഇവിടെ x ന് പകരം ഈ ഒരു ടേം ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 1 minus x square by 1 plus x square. ഇനി ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ഓക്കെ, അതായത് 1 minus x square by 1 plus x square. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. g into f dash, അതായത് 1 plus x square into minus 2x. ഓക്കെ, 1 plus x square into minus 2x minus f into g dash, അതായത് 1 minus x square into 2x divided by g square, അതായത് 1 plus x square whole square. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ minus 2x into, നമുക്കിപ്പോൾ ടേംസ് കോമൺ ആയിട്ടുള്ളത് ഇവിടെ ഒരു minus 2x ഉണ്ട്, ഇവിടെയും ഒരു minus 2x ഉണ്ട്. അത് ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ടേംസ് എന്താ പറയുക 1 plus x square, ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തു. സോ പ്ലസ് 1 minus x square വരും. അതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാവുന്ന ടേംസ് എന്ന് പറയുന്നത് ഈ x squareും minus x squareും ക്യാൻസൽ ആവും. 1 plus 1 എന്ന് പറയുന്നത് 2 ആവും. അപ്പോൾ minus 2x into ഇവിടെ 2 വരും. ദാറ്റ് ഇസ് minus 4x ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ അഗൈൻ ഇതായത് ഒരു 1 plus x square ടേം ക്യാൻസൽ ആകും. കാരണം ഇവിടെ ഒരു 1 plus x square ഉണ്ട്, ഇവിടെ ഹോൾ റേസ് ടു സ്ക്വയർ ഉണ്ട്. സോ അതൊരു ടേം ക്യാൻസൽ ആവും. അപ്പോൾ താഴെയുള്ള ടേം എന്ന് പറയുന്നത് 1 minus x squareും പിന്നെ ഒരു 1 plus x squareും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി a plus b into a minus b എന്ന് പറയുന്നത് a square minus b square ആണ്. അതായത് 1 square minus x square whole square, അതായത് 1 minus x raised to 4. Next question. If f of x is equal to x square into sin 1 by x, where x not equal to 0, then the value of the function f at x equal to 0, so that the function is continuous at x equal to 0 is. So f of x തന്നിട്ട് x ഒരു നോൺ സീറോ വാല്യൂ ആണ്. വാല്യൂ ഓഫ് എഫ് അറ്റ് x equal to 0, അതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ കണ്ടീഷൻ തന്നിട്ടുള്ളത് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് x equal to 0 എന്ന് തന്നിട്ടുണ്ട്.
Options A 0, B 1, C minus 1, D none of these. Correct answer option A ആണ് 0. അതായത് 0 എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷന്റെ വാല്യൂ at x equal to 0. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. f of x x square into sin 1 by x ആണ് അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് f of x continuous at x equal to 0 ആണ്. സോ അതിന്റെ മീനിങ് എന്താ? f of 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് x tends to 0 f of x ആയിരിക്കും. കാരണം x equal to 0 ല് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ f of 0 എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 0 f of x ആയിരിക്കും. അപ്പോൾ f of 0 is equal to ലിമിറ്റ് x tends to 0 f of x എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x square into sin 1 by x ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലിമിറ്റ് x tends to 0 a into b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഇൻഡിവിജ്വലായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സോ ലിമിറ്റ് x tends to 0 x square into ലിമിറ്റ് x tends to 0 sin 1 by x. അപ്പോൾ ഇവിടെ x ന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 0 ആവും. അപ്പോൾ 0 into ലിമിറ്റ് x tends to 0 sin 1 by x എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ബിറ്റ്വീൻ -1 and 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 into a ഫൈനൈറ്റ് വാല്യൂ ആണ് വരുന്നത്. Therefore f of 0 എന്താ നമുക്ക് ആൻസർ കിട്ടിയത് 0 ആണ്. സോ വാല്യൂ ഓഫ് ഫംഗ്ഷൻ at x equal to 0 so that the function is continuous at x equal to 0 എന്ന് പറയുന്നത് എന്താ? വാല്യൂ ഓഫ് f is 0. Next question. For what choice of a and b the function f of x is equal to x square, x less than or equal to c, ax plus b, x greater than c is differentiable at x equal to c. Options A equal to c, b equal to c, a equal to c, b equal to minus c, a equal to minus c square, b equal to 2c, d a is equal to 2c, b equal to minus c square. Correct answer option D ആണ്. a equal to 2c യും b equal to minus c square. So first of all f of x എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ at x equal to c തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് f of x equal to c യിൽ കണ്ടിന്യൂസ് ആണ്. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതായത് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു ആ ഡിഫറൻഷ്യബിൾ പോയിന്റ് കണ്ടിന്യൂറ്റി പോയിന്റിൽ f of c. സോ ലിമിറ്റ് x tends to c മൈനസ്. ഇപ്പോൾ c മൈനസിൽ നമുക്ക് ഫംഗ്ഷൻ എന്താ? x സ്ക്വയർ ആണ്. c പ്ലസിൽ ഫംഗ്ഷൻ ax പ്ലസ് b ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് x tends to c മൈനസ് x സ്ക്വയർ ഈക്വൽ ടു ലിമിറ്റ് x tends to c പ്ലസ് ax പ്ലസ് b വിച്ച് ഇസ് ഈക്വൽ ടു c സ്ക്വയർ ആണ്. കാരണം നമുക്ക് x സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ എക്സിൽ c കൊടുത്താൽ c സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? c സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ x ന് c കൊടുക്കുക. ഇത് രണ്ട് ലിമിറ്റ്സ് ഈക്വൽ അല്ലേ. അപ്പോൾ c ഇവിടെ കൊടുത്താൽ c സ്ക്വയർ, ഇവിടെ c കൊടുത്താൽ ac പ്ലസ് b. അപ്പോൾ c സ്ക്വയർ ഈക്വൽ ടു ac പ്ലസ് b. ഇത് ഇക്വേഷൻ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് f of x is differentiable. അടുത്തത് പറഞ്ഞിട്ടുള്ളത് f of x differentiable at x equal to c ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് at x equal to c എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് at x equal to c രണ്ടും സെയിം ആയിരിക്കും അല്ലേ. രണ്ട് ഡെറിവേറ്റീവ്സും സെയിം ആയിരിക്കും ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഡെറിവേറ്റീവ് കാണാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x tends to c മൈനസ്, റൈറ്റ് ഹാൻഡ് പറഞ്ഞാൽ x tends to c പ്ലസ്. ഇനി ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് f of x മൈനസ് f of c ഡിവൈഡഡ് ബൈ x മൈനസ് c. അതേപോലെ f of x മൈനസ് f of c ബൈ x മൈനസ് c. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ് x tends to c മൈനസ് ആയിരിക്കുമ്പോൾ f of x ന്റെ വാല്യൂ എന്താ? x സ്ക്വയർ ആണ്. c പ്ലസ് ആകുമ്പോൾ f of x ന്റെ വാല്യൂ ax പ്ലസ് b ആണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ലെഫ്റ്റ് ഹാൻഡിൽ x സ്ക്വയറും റൈറ്റ് ഹാൻഡിൽ ax പ്ലസ് b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഈ ഒരു ഫോമിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പോൾ x ന് c കൊടുത്താൽ c സ്ക്വയർ മൈനസ് c സ്ക്വയർ ബൈ c മൈനസ് c 0/0 ഫോം വരും. സോ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക രണ്ട് കേസിലും. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ c സ്ക്വയർ 0 ആയിപ്പോൾ c 0 ആയിപ്പോൾ x സ്ക്വയറിന്റെ 2x വരും, x ന്റെ 1 വരും. സോ ഇവിടെ 2x വരും. ഇനി ആ x ന് c കൊടുക്കുക. അപ്പോൾ 2x എന്നുള്ളത് എന്താവും? 2c ആയിരിക്കും. ക്ലിയർ ആയല്ലോ. സോ 2c വാല്യൂ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ax പ്ലസ് b, ഇത് ഡെറിവേറ്റീവ് കാണുമ്പോൾ c സ്ക്വയറും c യും പോവും, b യും പോവും. ax ന്റെ ഡെറിവേറ്റീവ് a ആണ്, x ന്റെ 1 ആണ്. അപ്പോൾ അത് a കിട്ടും. സോ a is equal to 2c കിട്ടി. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ യൂസ് ചെയ്യാം. c സ്ക്വയർ equal to ac പ്ലസ് b. ഇതിൽ a യുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2c എന്ന് അല്ലേ. അപ്പോൾ c സ്ക്വയർ is equal to 2c സ്ക്വയർ പ്ലസ് b കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് b is equal to എന്താ കിട്ടുക? മൈനസ് c സ്ക്വയർ അല്ലേ. b is equal to മൈനസ് c സ്ക്വയർ. പിന്നെ a ഓൾറെഡി 2c നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sides of an equilateral triangle are increasing at the rate of 2 cm per second. The rate at which the area increases when the side is 10 cm is. Options A 10 cm square per second, B √3 cm square per second, C
10 root 3 centimeter square per second, D 10 by 3 centimeter square per second. Correct answer option C ആണ് 10 root 3. അപ്പോൾ നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് x സെന്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സോ എക്സ് ആണ് സൈഡെങ്കിൽ dx by dt റേറ്റ് ഓഫ് ചേഞ്ച് പെർ സെക്കൻഡ്, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ dx by dt 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫോർമുലയാണ് √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. ഇവിടെ സൈഡ് എക്സ് ആണ്, അപ്പോൾ ഇൻറ്റു എക്സ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എറ്റ്, അതായത് വെൻ സൈഡ് 10 സെന്റിമീറ്റർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ പറയുമ്പോൾ dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ ഫോർമുല അറിയാം, അതിൽ LHSലും RHSലും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dA/dt ഇസ് ഈക്വൽ ടു d/dt ഓഫ് √3/4 ഇൻറ്റു എക്സ് സ്ക്വയർ വെൻ എക്സ് ഇസ് 10. ക്ലിയർ ആയല്ലോ. അപ്പോൾ √3/4 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. ഇനി ആ എക്സിൽ നമ്മൾ 10 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇൻറ്റു dx/dt എഴുതാൻ മറക്കരുത്. 2x ഇൻറ്റു നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ഇൻറ്റു dx/dt. ഇനി നമ്മൾ എക്സ് ഉള്ളടുത്ത് 10 കൊടുക്കുക. dx/dtയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 2 ആണ്. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 10 √3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. Next question. If the radius of a sphere is measured as 9 cm with an error of 0.03 cm, then find the approximate error in calculating its volume. Options A 2.46 pi centimeter cube, B 8.62 pi, C 9.72 pi and D 7.46 pi centimeter cube. Correct answer option C ആണ് 9.72 pi. So pi ഉണ്ടെങ്കിൽ ആ pi അങ്ങനെ തന്നെ എഴുതാം. നമ്മളത് വീണ്ടും ഇൻറ്റു അതിന്റെ വാല്യൂ ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ചിലപ്പോൾ പൈ തന്നിട്ടുണ്ടാവില്ല, ദാറ്റ് മീൻസ് പൈ എക്സ്പാൻഡ് ചെയ്തിട്ടാവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇൻ ടേംസ് ഓഫ് പൈ ആണെങ്കിൽ ആൻസറിലെ പൈ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിൽ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആർ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എറർ ആണ് തന്നിട്ടുള്ളത് 0.03, അതായത് ഡെൽറ്റ ആർ അല്ലേ, റേഡിയസിലുള്ള എറർ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു 0.03 സെന്റിമീറ്റർ. നെക്സ്റ്റ് വോളിയം ഓഫ് സ്ഫിയറിന്റെ ഫോർമുല എന്താ? 4/3 pi r³. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം എന്താ? നമുക്ക് അപ്രോക്സിമേറ്റ് എറർ ഇൻ വോളിയം കാണാം. അപ്പോൾ വിത്ത് എറർ നമ്മുടെ റേഡിയസിലാണ് വന്നിട്ടുള്ളത്. സോ dv/dr കാണാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ dv/dr ഇസ് ഈക്വൽ ടു v എന്ന് പറയുന്നത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ dv/dr ഇസ് ഈക്വൽ ടു 4/3 pi ഇൻറ്റു r³ ഡെറിവേറ്റീവ് എന്താ? 3r² ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി 3ഉം 3ഉം ഇവിടെ ക്യാൻസൽ ആവും. ഈ 3ഉം 3ഉം ക്യാൻസൽ ആവും. അപ്പോൾ 4 pi r² കിട്ടും. അപ്പോൾ എറർ ഇൻ കാൽക്കുലേറ്റിംഗ് വോളിയം, അതായത് dv/dr എന്ന് പറയുന്നത് ഡെൽറ്റ v ഇസ് ഈക്വൽ ടു dv/dr ഇൻറ്റു ഡെൽറ്റ ആർ ആണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് dv/dr മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി എറർ ഇൻ കാൽക്കുലേറ്റിംഗ് വോളിയം ഡെൽറ്റ v എങ്ങനെ കാണണം? ഇപ്പോൾ കിട്ടിയ dv/dr ഇൻറ്റു ഡെൽറ്റ ആർ ചെയ്യണം, കാരണം റേഡിയസിൽ എറർ വന്നിട്ടുണ്ട്. സോ 4 pi ഇൻറ്റു ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 9 ആണ്. അപ്പോൾ 4 pi ഇൻറ്റു 9² ഇൻറ്റു 0.03, അതായത് 9.72 pi centimeter cube. Next question. The points at which the tangents to the curve y is equal to x³ minus 12x plus 18 are parallel to x-axis are options A 2 minus 2 minus 2 minus 34, B 2 34 minus 2 0, C 0 34 minus 2 0, D 2 2 minus 2 34. Correct answer option D ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, അതായത് points at which tangents to the curve are parallel to x-axis അല്ലെ. ഇപ്പോൾ ഒരു curve തന്നിട്ട് y is equal to x³ minus 12x plus 18. ഇതിന്റെ ആ ടാൻജൻസ് വന്ന് പാരലൽ ടു x-axis ആണ്. അപ്പോൾ ആ പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ y is equal to തന്നിട്ടുണ്ട്, അതിൽ നിന്ന് dy/dx കണ്ടുപിടിച്ചോളെ 3x² minus 12. ഇനി ടാൻജന്റ് ഇസ് പാരലൽ ടു x-axis തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താ? y വിത്ത് റെസ്പെക്ട് ടു x റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ dy/dx is equal to 0. ക്ലിയർ ആയില്ല. അപ്പോൾ 3x² minus 12 is equal to 0, അതായത് dy/dx 3x² minus 12 അല്ലേ, അത് ഈക്വൽ ടു 0 കൊടുക്കുക. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക? അതായത് 3x² ഈക്വൽ ടു 12 പറയുമ്പോൾ നമുക്ക് 3ഉം 12ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 4 വരും. ഇനി എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √4, ദാറ്റ് ഇസ് 2. അപ്പോൾ രണ്ട് കേസ് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക, ആൻഡ് എക്സ് ഈക്വൽ ടു -2 ആവുമ്പോൾ വൈയുടെ വാല്യൂ. ജസ്റ്റ് ആ വൈയുടെ
ഇക്വേഷനില്ലേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആദ്യം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് 2 and 34 ആൻസർ കിട്ടും. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെയാണ്? 2, 2, -2, 34 ആണ് ആൻസർ. Next question, maximum slope of the curve y is equal to -x cube plus 3x square plus 9x minus 27s. അപ്പോൾ കർവ് തന്നിട്ടുണ്ട്, അതിന്റെ മാക്സിമം സ്ലോപ്പ് മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. A 0, B 12, C 16, D 32. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B 12 ആണ്. അപ്പോൾ y is equal to -x cube plus 3x square plus 9x minus 27 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ആണ് അല്ലെ. അപ്പൊ ഇവിടെ -3x square, അതായത് ജസ്റ്റ് y നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണാം. ഓരോ ടേമും വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ -3x square പ്ലസ് 3 into 2x, അതായത് 6x plus 9 അല്ലെ. സോ ഇതിൽ നിന്ന് -3 കോമൺ ഫാക്ടർ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ x square -2x -3. ഇനി d²y/dx² കാണാം. ദാറ്റ് ഈസ് ഓരോ ടേം അഗെയിൻ -6x, then minus into minus plus 1 plus 6 വരും. This is equal to -6 into x minus 1. ഈ d²y/dx² നെ equate to 0 കൊടുക്കാം. അതിൽ നിന്ന് xന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് 1 കിട്ടും. ഈ d²y/dx² നെ അഗെയിൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ d²y/dx² എന്താ കിട്ടിയത്? -6x plus 6 ആണ്. ഇതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -6ന്റെ 0 ആയി കിട്ടും. -6xന്റെ എന്താ വരിക? -6 തന്നെ വരുള്ളൂ. സോ ഇവിടെ -6 എന്നുള്ള വാല്യൂ കിട്ടും. ഇതെന്താ വാല്യൂ? നെഗറ്റീവ് ആണ്. ദാറ്റ് ഇസ് <0 ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടേമിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് <0 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അത് പോയിന്റ് ഓഫ് മാക്സിമം ആണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് ഓൾറെഡി dy/dx ആണ്. അപ്പൊ ഇതിന്റെ 2 തവണ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് d²y/dx², അഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവ് d3y/dx³. ക്ലിയർ ആയല്ലോ? അതിനാണ് d³ എടുത്തത്. ദാറ്റ് ഈസ് -6 0. അപ്പോൾ നമുക്ക് x equal to 1 അല്ല നേരത്തെ കിട്ടിയ വാല്യൂ, അത് പോയിന്റ് ഓഫ് മാക്സിമം ആണ് സ്ലോപ്പിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി തന്നിരിക്കുന്നതില് സ്ലോപ്പില്ലേ, സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? -3 into x² -2x -3. അതില് എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം? 1 കൊടുക്കണം. കാരണം അതാണ് പോയിന്റ് ഓഫ് മാക്സിമം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വാല്യൂ 12 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ x plus sin x by 1 plus cos x dx. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A log of 1 plus cos x plus c, B log of x plus sin x plus c, C x minus tan x by 2 plus c, D x into tan x by 2 plus c. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ എക്സ്പ്ലനേഷൻ നോക്കൂ. നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ I ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ x plus sin x ഡിവൈഡഡ് ബൈ 1 plus cos θ എന്ന് പറയുന്നത് എന്താ? 2 cos square θ by 2. സോ ഇവിടെ x ആണുള്ളത്. അപ്പൊ 2 cos square x by 2. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് x by 2 cos square x by 2 dx plus sin x by 2 cos square x by 2 dx. ഇനി അഗെയിൻ sin θ എന്ന് പറഞ്ഞാൽ 2 sin θ by 2 cos θ by 2 ആണ്. ഓക്കെ, അപ്പൊ 2 sin x by 2 cos x by 2. സോ ഇവിടെ ക്യാൻസൽ ചെയ്യേണ്ട ടേംസ് ക്യാൻസൽ ചെയ്യും. ഇവിടെ cos x by 2 ഒരു cos x by 2 ക്യാൻസൽ ആവും. സോ tan വരും, 2 ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ tan x by 2 കിട്ടും. അഗെയിൻ 1 by cos square x by 2 എന്ന് പറയുന്നത് എന്താ? sec square x by 2 ആണ്. പിന്നെ x ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. 1 by 2 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 1 by 2 ഇന്റഗ്രൽ x sec square x by 2 dx പ്ലസ് ഇന്റഗ്രൽ tan x by 2 dx. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐ ലേറ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പം അതിൽ ആൾജിബ്രേക്ക് ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ട്രിഗ്നോമെട്രിക് ആണ് നമുക്ക് sec square x by 2 വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് പ്ലസ് ഇന്റഗ്രൽ tan x by 2 അങ്ങനെ തന്നെ എഴുതാം. സോ ഇത് ഇന്റഗ്രൽ sec square x by 2 എന്ന് പറയുന്നത് tan x by 2 ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് x by 2, അതായത് 1 by 2. ഇനി മൈനസ് ഡെറിവേറ്റീവ് ഓഫ് x എന്താ? 1 ആണ്. ദെൻ ഇന്റഗ്രൽ sec square x by 2 കൂടി ഉണ്ടല്ലോ, അത് നേരത്തെ ചെയ്ത പോലെ tan x by 2 by 1 by 2. എഗെയിൻ ഇവിടെ ഒരു ഔട്ട്സൈഡ് ഇന്റഗ്രൽ ഉണ്ട്. ദെൻ ഈ ടേം സെയിം തന്നെ. അപ്പൊ ഇതിൽ നമുക്ക് എന്തെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യാണ്ടോ നോക്കാം. അതായത് ഈ 1 by 2 എന്നുള്ളത് ക്യാൻസൽ ആയി പോകും. കാരണം ഇവിടെ ഒരു 1 by 2 ഉണ്ട്, 1 by 2 ഉണ്ട്. ഔട്ട്സൈഡ് ഇപ്പൊ ഈ 1 by 2 താഴെയാണ് വന്നിരിക്കുന്നത്. സോ മുകളിലേക്ക് അത് പോകുമ്പോൾ 2 വരും. പക്ഷെ ഓൾറെഡി ഔട്ട്സൈഡ് ഒരു 1 by 2 ഉണ്ട്. സോ ആ 2 എല്ലാം ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് കേസിൽ x into tan x by 2
x into tan x by 2 then minus integral tan x by 2 plus integral tan x by 2 ഇത് രണ്ടും cancel ആയി പോകും. അപ്പോൾ finally x into tan x by 2 plus c ആണ് answer. Next question. Integral 0 to pi by 2 root of 1 minus sin 2x is equal to options a 2 root 2, b 2 into root 2 plus 1, c 2 d 2 into root 2 minus 1. Correct answer option D ആണ് 2 into root 2 minus 1. So let I is equal to integral 0 to pi by 2 root of 1 minus sin 2x dx. ഇനി ഇതിനെ നമുക്ക് twice integral 0 to pi by 4 root of 1 minus sin 2x dx എന്ന് എഴുതിക്കൂടെ. Using the property integral 0 to 2a f of x dx can be expressed as twice integral 0 to a f of x dx if f of 2a minus x is equal to f of x. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ 2a minus x കൊടുത്താലും x പോലെ തന്നെ ആ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ട്വൈസ് ഇൻറ്റഗ്രൽ 0 ടു ഈ അതായത് പൈ ബൈ 2ന്റെ ഹാഫ് ദാറ്റ് ഇസ് പൈ ബൈ 4 റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ 2x dx. ക്ലിയർ ആയല്ലോ. ഇനി ഇതിനെ ഈ 1 മൈനസ് സൈൻ 2x എങ്ങനെ എഴുതാം? cos x മൈനസ് സൈൻ x ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അതായത് 1നെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നെക്സ്റ്റ് മൈനസ് സൈൻ 2xനെ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ. 2 sin x cos x എന്ന് എഴുതാം. So this can be written as cos x minus sin x whole square. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. സോ ഇനി ഇതിന് റൂട്ട് ഓഫ് സംതിങ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് സ്ക്വയറും ക്യാൻസൽ ആക്കും. അപ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കിട്ടും. ഔട്ട്സൈഡ് ഒരു 2 ഉണ്ട്. അപ്പോൾ ട്വൈസ് ഇനി ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ലിമിറ്റ് എന്താ 0 ടു പൈ ബൈ 4. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് ട്വൈസ് അപ്പർ ലിമിറ്റ് എന്താ പൈ ബൈ 4. അപ്പോൾ സൈൻ പൈ ബൈ 4 പ്ലസ് കോസ് പൈ ബൈ 4 അതായത് 1 ബൈ റൂട്ട് 2 പ്ലസ് 1 ബൈ റൂട്ട് 2 മൈനസ് സൈൻ 0 0 ആണ്. സോ മൈനസ് 0 കോസ് 0 1 ആണ്. സോ മൈനസ് 1 അതായത് 2 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of integral e raised to 2x into 2 sin 3x plus 3 cos 3x dx is options a e raised to 2x into sin 3x plus c, b e raised to x cosec x plus c, c e raised to 2x plus c, d e raised to 2x cos 3x plus c. Correct answer option A ആണ് e raised to 2x sin 3x plus c. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ നോക്കാം. ഇന്റഗ്രൽ e raised to 2x 2 sin 3x plus 3 cos 3x dx. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തുകൂടാ. അപ്പോൾ ഫസ്റ്റ് ടേം ഇൻ്റഗ്രൽ പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ ഇൻ്റഗ്രൽ അതായത് കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുക്കുക. 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ 3x dx പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x ഇൻറ്റു കോസ് 3x dx. അപ്പോൾ ഇവിടെ അഗെയിൻ നമ്മൾ ഇ റേസ് ടു 2x ഇൻറ്റു അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എപ്പോഴും എക്സ്പോണൻഷ്യൽ വന്നാൽ അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ 3x ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് സൈൻ 3x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു 2xൻ്റെ ഇൻ്റഗ്രൽ എന്താ ഇ റേസ് ടു 2x ഡിവൈഡഡ് ബൈ പവറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അതായത് 2. ക്ലിയർ ആയല്ലോ. സോ 2 ഇനി ഓൾറെഡി ഇവിടെ ഒരു 2 ഔട്ട്സൈഡ് ഉണ്ട് കേട്ടോ. സോ ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ സൈൻ 3x ഇ റേസ് ടു 2x അതാണ് ഫസ്റ്റ് ടേം. ഓക്കെ ഇനി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 3xൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു കോസ് 3x ആണ്. ക്ലിയർ ആയോ. ഈ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് എങ്ങനെ വന്നതെന്നാണ് ഞാൻ പറയുന്നത്. ദെൻ അഗെയിൻ അപ്പോൾ മൈനസ് 3 ഇൻറ്റു കോസ് 3x ഇൻ്റഗ്രൽ ഓഫ് ഓക്കെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു കോസ് 3x വരും ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് വരും. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 2x ഡിവൈഡഡ് ബൈ 2 തന്നെ വരും. ക്ലിയർ ആയി. ആ 2ഉം അഗെയിൻ ഔട്ട്സൈഡ് ഒരു 2 ഇല്ലേ. സോ ഈ 2 ക്യാൻസൽ ആയിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ഓരോന്നിലും ബൈ 2 ഔട്ട്സൈഡ് 2 ക്യാൻസൽ ആയിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ 2 വീണ്ടും എഴുതാത്തത്. ഓക്കെ അത് മനസ്സിലാക്കുക. സോ നമുക്കിവിടെ കിട്ടുന്ന ടേംസ് എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ 3x minus 3 into integral e raised to 2x cos 3x dx
പ്ലസ് ലാസ്റ്റ് ടേം നമ്മൾ അഗെയിൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയിപ്പോൾ. ക്ലിയർ ആയി? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. സോ e raised to 2x into sin 3x plus c ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, evaluate integral 0 to pi by 2 1 by 4 plus 5 cos x. Options A 1 by 2 log 2, B 1 by 3 log 2, C 1 by 2 log 3 and D log 2. Correct answer option B ആണ്, that is 1 by 3 log 2. അപ്പോൾ ഇതിൽ let I is equal to integral 0 to pi by 2 dx divided by 4 plus 5 cos x. ഇവിടെ ഒരു dx ഉണ്ട്. So I is equal to integral 0 to pi by 2 dx divided by 4 plus 5 into cos 2 theta can be written as 1 minus tan square theta by 1 plus tan square theta. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ cos 2 theta ആണെങ്കിലാണ് ഇവിടെ tan square theta വരിക. അപ്പോൾ cos theta ആണെങ്കിലോ തീറ്റയ്ക്ക് പകരം theta by 2 ആണ് ടാനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1 minus tan square ഇതേപോലെ x by 2, x അല്ല ഇവിടെ. So 1 minus tan square x by 2 by 1 plus tan square x by 2. ഇനി which is equal to integral 0 to pi by 2. ഈ 1 plus tan square x by 2 ഇല്ലേ, അത് നമ്മളിവിടെ LCM എടുക്കുക. അപ്പോൾ 4 into 1 plus tan square x by 2 കിട്ടും. എന്നിട്ട് again ഡിനോമിനേറ്റർ എന്താവും, റെസിപ്രോക്കൽ ആയിട്ട് മുകളിലേക്ക് പോകും. സോ അതാണ് ഈ 1 plus tan square x by 2 മുകളിൽ വന്ന് into dx divided by 4 into 1 plus tan square x by 2 plus 5 into 1 minus tan square x by 2. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ ഒരു 4 ഉണ്ടാവും 5 ഉണ്ടാവും, ദാറ്റ് ഇസ് 4 plus 5 9. ഇനി 4 tan square x by 2 minus 5 tan square x by 2 എന്താവും, minus tan square x by 2. ക്ലിയർ ആയല്ലോ? ഇനി 1 plus tan square theta എന്ന് പറയുന്നത് sec square theta ആണ്. അപ്പോൾ ഇവിടെ sec square x by 2 കിട്ടും. ഇനി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. t is equal to tan x by 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ dt എന്താവും, ടാനിൻ്റെ ഡെറിവേറ്റീവ് sec square x by 2 ഇൻറ്റു x by 2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by 2. ഓക്കെ, ദെൻ ഇൻറ്റു dx വരും. നെക്സ്റ്റ് ഇനി നമുക്ക് ഓൾറെഡി ഉള്ള ലിമിറ്റ് എന്താ, 0 to pi by 2 ആണ്. അതിനി മാറും, കാരണം t is equal to tan x by 2 ആണ്. സോ t is equal to tan x by 2ല് ഇവിടെ എക്സിന് നമ്മൾ 0 pi by 2 കൊടുത്തു നോക്കുക. ഓക്കെ, tan 0 എന്താ, 0 ആണ്. സോ ടിയുടെ വാല്യൂ നമുക്ക് 0 കിട്ടും. ഓക്കെ, എക്സിന് 0 കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ 0 കിട്ടും. ഇനി അഗെയിൻ pi by 2 കൊടുത്താൽ tan pi by 4 വരും. സോ ടിയുടെ വാല്യൂ എന്താ, tan pi by 4 1. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത് 0 1. സോ I is equal to integral ലിമിറ്റ്സ് ചേഞ്ച് ചെയ്യണം, മറക്കരുത്. 0 to 1 ഇനി 2 into dt divided by എല്ലാം in terms of t ആക്കാണ്, divided by 9 minus t square. ശ്രദ്ധിക്കേണ്ടത് t എന്ന് പറയുന്നത് tan x by 2 ആണ്, dt എന്ന് പറയുന്നത് half sec square x by 2 dx ആണ്. അപ്പോൾ ഇന്റഗ്രൽ dx by a square minus x square ന്റെ ഫോർമുല നമുക്കറിയാം, 1 by 2a log of a plus x by a minus x plus c ആണ്. സോ ഇവിടെ ആ ഒരു ഫോർമുല യൂസ് ചെയ്യാം, ദാറ്റ് ഇസ് I is equal to, ഇനി ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ഓക്കെ, ആ 2 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതി. 1 by 2aയിലത്തെ 2 into a എന്ന് പറയുന്നത് എന്താ, a plus x by a minus x എന്ന് പറയുമ്പോൾ ഇവിടെ a square എന്ന് പറയുന്നത് 3 square ആണ്. സോ a is equal to 3 ആണ് വാല്യൂ. ഓക്കെ, എക്സിന് പകരം t വന്നു എന്നുള്ളൂ. അപ്പോൾ a is equal to 3. അപ്പോൾ 3 plus t by 3 minus t log. ഓക്കെ, അപ്പോൾ 2aയിൽ നമ്മൾ 3 കൊടുക്കണം, log of a plus x, അതായത് 3 plus t by 3 minus t. ലിമിറ്റ്സ് എന്താണ്, 0 to 1 ആണ്. അപ്പോൾ ഇവിടെ 2ഉം 2ഉം ക്യാൻസലായി 1 by 3 വരും. ഇനി 3 plus 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. 1 കൊടുക്കുമ്പോൾ 3 plus 1 by 3 minus 1, ദാറ്റ് ഇസ് log 2 വരും. എഗിൻ മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ ലോവർ ലിമിറ്റിൽ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ 3 by 3 ദാറ്റ് ഇസ് log 1. log 1ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 1 by 3 log 2 ആണ് ആൻസർ. Next question, the area of the region bounded by the curve y is equal to root of 16 minus x square and x-axis is. ഇപ്പോൾ curve തന്നിട്ട് y equal to root of 16 minus x square, ഇതും x-axisഉം ബൗണ്ട് ചെയ്യുന്ന ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. A 8 pi square units, B 20 pi, C 16 pi and D 25 pi square units. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 8 pi square units. നമുക്ക് നോക്കാം, അതായത് ഫിഗർ കൺസിഡർ ചെയ്യാം. അപ്പോൾ curve y is equal to root of 16 minus x square ആണ്. സോ അത് ജസ്റ്റ് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഇത് ജസ്റ്റ് സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡ്. അപ്പോൾ y square equal to 16 minus x square കിട്ടും അല്ലേ. സോ x square plus y square is equal to 16 എന്ന് കിട്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ ഫോമിൽ അതിൽ ആർ ഇസ് ഇക്വൽ ടു 4 ആണ്. അപ്പോൾ ഫിഗർ കൺസിഡർ ചെയ്യുക 4,0, അതായത് പ്ലസ് ഓർ മൈനസ് വരും കാരണം ആർ സ്ക്വയർ ആണ് 4. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 കേസാണ് അല്ലേ. സോ 4,0 മൈനസ് 4,0. അപ്പോൾ ഈ ഒരു റേഞ്ചാണ് നമുക്ക് നോക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പോസിറ്റീവ് സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാം, എന്നിട്ട് അത് ട്വൈസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് വന്നത് അപ്പോൾ ഇവിടെ റിക്വയർഡ് ഏരിയ, അതായത് ഏരിയ ഓഫ് ദ റീജിയൻ CABC, ഇത് CABC ഈ ഒരു സെമി സർക്കിൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ട്വൈസ് ഏരിയ ഓഫ് ദ റീജിയൻ OABO, അതായത് ഈ ഒരു ഹാഫ് പോർഷൻ. ഓക്കെ, ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ അല്ലേ, ഈ ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ട്വൈസ് ചെയ്താൽ മതി. അപ്പോൾ ട്വൈസ് ഇന്റഗ്രൽ 0 to 4, നമുക്ക് ലിമിറ്റ് അറിയാലോ 0 മുതൽ 4 വരെയാണ്. ട്വൈസ് ഇന്റഗ്രൽ 0 to 4 y dx ആണ്. ദാറ്റ് ഈസ് ട്വൈസ് ഇന്റഗ്രൽ 0 to 4 y എന്ന് പറഞ്ഞിട്ട് റൂട്ട് ഓഫ് 60 മൈനസ് എക്സ് സ്ക്വയർ dx. ഇനി ഇതിന്റെ ഫോർമുല റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല എന്താ? 2 അങ്ങനെ തന്നെ എഴുതുക. x/2 ഇൻറ്റു റൂട്ട് ഓഫ് 60 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 16/2 സൈൻ ഇൻവേഴ്സ് x/4 വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 4. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അപ്പർ ലിമിറ്റ് 4 കൊടുത്തിട്ടുള്ളത് മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ കണ്ടോ 0 കൊടുത്തിട്ടുള്ള വാല്യൂ. അപ്പോൾ അതെല്ലാം നമുക്ക് ഫൈനൽ വാല്യൂ സിംപ്ലിഫൈഡ് ഫോമിൽ എന്താ കിട്ടുക? ഈ ടേം 0 ആയിപ്പോവും. നെക്സ്റ്റ് 8 സൈൻ ഇൻവേഴ്സ് 1, സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/2 ആണ് അല്ലേ. അപ്പോൾ 8 ഇൻറ്റു π/2 ദെൻ ഇൻറ്റു 2 ഔട്ട് സൈഡ് ഉണ്ട്. സോ 2 ഇൻറ്റു 4π ദാറ്റ് ഇസ് 8π ആണ് ആൻസർ. Next question. The area bounded by the curves y is equal to ax square and x equal to ay square is equal to 1. Then a is equal to. രണ്ട് curves അത് ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 1/√3, B 1/2, C 1, D 1/3. കറക്റ്റ് ആൻസർ A ആണ് 1/√3. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം y equal to ax square x equal to ay square രണ്ടും എന്താ? പരാബോളയാണ് അല്ലേ, about x axis and y axis. അപ്പോൾ ഈ ഫിഗറിൽ കോമൺ ആയിട്ടുള്ള റീജിയൻ അല്ലേ ഈ ഡാർക്ക് ഷെയ്ഡ്, ആ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം. റിക്വയർഡ് ഏരിയ OABCO, അതായത് ഈ ഡാർക്കൻ ചെയ്ത ആ ഷെയ്ഡ് ചെയ്ത റീജിയൻ കേട്ടോ, OABCO അതെന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് ദ കർവ് OCBDO, OCBDO ഇത്രയും ഏരിയ എക്സ് ആക്സിസ് ആയിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ഏരിയ ഓഫ് ദ കർവ്. ഇനി ഏതാണ് കളയേണ്ടത്? നമുക്ക് OABDO, അതായത് OABDO വൈറ്റ് പോർഷൻ ഇല്ലേ, അത്രയും നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയിലുള്ള കോമൺ ഏരിയ കിട്ടും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ഇക്വൽ ടു നമുക്ക് കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണം. ഈ രണ്ട് കർവ്സ് മീറ്റ് ചെയ്യുന്ന B ഇല്ലേ, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് കർവ്സിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ല, കാരണം അത് കോമൺ മീറ്റിംഗ് പോയിന്റ് അല്ല. അപ്പോൾ ഇവിടെ y equal to ax square ഉണ്ട്, y square equal to x/a ഉണ്ട്. അതിൽ നിന്ന് ഒന്നെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. സോ എക്സിൻ്റെ വാല്യൂം വൈയുടെ വാല്യൂ നമുക്ക് കോമൺ പോയിന്റ് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഇക്വൽ ടു ഇവിടെ എക്സ് ഇക്വൽ ടു a ഇൻറ്റു വൈ സ്ക്വയർ ആണ് അല്ലേ. y equal to ax square ആണെന്ന് അറിയാലോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഇക്വൽ ടു a ഇൻറ്റു വൈ സ്ക്വയർ ആണ്. ഈ y എന്ന് പറയുന്നത് ax square ആണ് നമുക്കറിയാം. സോ ഇവിടെ y സ്ക്വയർ എന്താവും? a ഇൻറ്റു ax സ്ക്വയർ ഹോൾ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് ഇക്വൽ ടു a ഇൻറ്റു ax സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വാല്യൂ വരിക? അതായത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് ഇക്വൽ ടു a ഇൻറ്റു a സ്ക്വയർ എക്സ് റേസ് ടു 4 കിട്ടും. ദാറ്റ് ഈസ് a ക്യൂബ് ഇൻറ്റു എക്സ് റേസ് ടു 4 കിട്ടും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് കിട്ടും. അപ്പോൾ എക്സ് ക്യൂബ് ഇക്വൽ ടു 1/a ക്യൂബ് കിട്ടും. അപ്പോൾ എക്സ് എന്താവും? 1/a അല്ലേ. അതായത് നമുക്ക് രണ്ട് കേസ് കൊടുക്കാം. സോ എക്സ് 0 1/a y അതേപോലെ 0 1/a. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി 0 0 1/a 1/a. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ റിക്വയർഡ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ 0 to 1/a. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടി. ഇത് 0, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്നത് 1/a ആണ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ 0 to 1/a. ഇനി റൂട്ട് ഓഫ് ഇത് ഹോൾ റൂട്ട് ഉണ്ട് x/a. അപ്പോൾ നമുക്കറിയാം ഏത് ഏരിയ മൈനസ് ഏത് ഏരിയ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ y സ്ക്വയർ ഇക്വൽ ഈ കർവ് ശ്രദ്ധിക്കും.
ഓക്കെ, ഇതിൽ y സ്ക്വയർ ഇക്വൽ ടു എക്സ് ബൈ എ ആണ്. അതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ എ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് ബൈ എ മൈനസ് അടുത്തത് താഴത്തെ കർവിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഏരിയ ഉള്ളത്? എ എക്സ് സ്ക്വയർ ആണ്. അവിടെ ഓൾറെഡി നമുക്ക് y ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് അറിയാം. സോ റൂട്ട് ഓഫ് എക്സ് ബൈ എ മൈനസ് എ എക്സ് സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് ബൈ എ മൈനസ് എ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് ബൈ എ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബൈ എ റേസ് ടു 1/2 ആണ്. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ എന്താ? എക്സ് റേസ് ടു n + 1/n+1 ദാറ്റ് ഇസ് എക്സ് റേസ് ടു 3/2/3/2 1/√a കോൺസ്റ്റന്റ് മാറ്റി എഴുതാം. മൈനസ് എ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? a × x³ 3 integral within the limits 0 to 1/a which is equal to 1 തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈക്വൽ ടു 1 ചെയ്യുക. ഇതിൽ നിന്ന് എയുടെ വാല്യൂ നമുക്ക് 1/√3 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the area of the region bounded by the ellipse x² by 16 plus y² by 9 is equal to 1 in square units. A 12 pi, B 16 pi, C 22 pi, D 9 pi. Correct answer option A ആണ് 12 pi. അപ്പോൾ നമുക്ക് എലിപ്സ് തന്നിട്ടുണ്ട്. x² by 16 plus y² by 9 is equal to 1. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ x² by a² plus y² by b² is equal to 1. സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ a² equal to 16 ആണ്. സോ a is equal to 4 കിട്ടും. ആൻഡ് b is equal to എന്താ കിട്ടുക? 9. സോറി, b² ആണ് 9. സോ b is equal to 3 കിട്ടും. അപ്പോൾ നമുക്ക് വേർട്ടിസസ് കിട്ടി. അതായത് 4,0 ഇവിടെ നേരെ തിരിച്ച് 0,3. അപ്പോൾ ഇതാണ് നമുക്ക് വേർട്ടിസസ്, ആ വാല്യൂസ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഷെയ്ഡഡ് റീജിയൻ മനസ്സിലായി. ഇനി നമുക്ക് ഏരിയ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് കാണണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡഡ് റീജിയൻ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് 4 ടൈംസ് ചെയ്താൽ പോരെ? അപ്പോൾ ടോട്ടൽ ഏരിയ കിട്ടും അല്ലേ? സിമെട്രി ആയതുകൊണ്ട്. സോ 4 ഇൻറ്റു ഏരിയ ഷെയ്ഡഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ 4 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് ഈക്വൽ ടു a to b y dx. അതായത് ഇൻറ്റഗ്രൽ 0 ടു ഈ വാല്യൂ എന്താ? 4 ആണ്. ഇൻറ്റഗ്രൽ 0 to 4 y dx. y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 3/4. ഇത് ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കിട്ടും. ക്ലിയർ ആയല്ലോ? വൈയുടെ ഇക്വേഷൻ x² by 16 പ്ലസ് y² by 9 is equal to 1. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വൈയുടെ ഇക്വേഷൻ കിട്ടുന്നതാണ് 3/4 റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് 3 ഇൻറ്റു, അതായത് ഇപ്പോൾ ഇവിടെ 3/4ൽ 4ഉം 4ഉം ക്യാൻസൽ ആയി. പിന്നെ ഒരു 3 ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു. 3 ഇൻറ്റഗ്രൽ 0 to 4 റൂട്ട് ഓഫ് 16 പറഞ്ഞാൽ 4² മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇത് എഗെയിൻ നേരത്തെ യൂസ് ചെയ്ത ഫോമുല പോലെ തന്നെ പ്രീവിയസ് പ്രോബ്ലത്തിൽ 3 ഇൻറ്റു x/2, അതായത് റൂട്ട് ഓഫ് a² മൈനസ് എക്സ് സ്ക്വയർ dx ഇൻറ്റഗ്രൽ. അത് റൂട്ട് ഓഫ് ഇതേപോലെ 4². ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതായത് ഇത് മൈനസ് ആണ് കേട്ടോ. ഇത് പ്ലസ് അല്ല, മൈനസ് ആണ്. ഇവിടെ ഫോർമുല നോക്കിയാൽ അറിയാം. x/√a² മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എഗെയിൻ മൈനസ് ആണ്, അത് മാത്രം ശ്രദ്ധിക്കുക. സോ ഈ ഒരു ടേം 0 ആയി കിട്ടും. അപ്പോൾ 3 ദെൻ x/a ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താ വാല്യൂ കിട്ടുക? x/a. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ 4/2 ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 കിട്ടും. ക്ലിയർ ആയി? 4/2 x/a ചെയ്യുമ്പോൾ 4/2 വരുമ്പോൾ 2 കിട്ടും. 3 ഓൾറെഡി ഔട്ട് സൈഡിലുള്ളതാണ്. 2 ഇൻറ്റു റൂട്ട് ഓഫ് 16 മൈനസ് 16 പ്ലസ് 8 സൈൻ ഇൻവേഴ്സ് 1 മൈനസ്, ഇനി ഇതേപോലെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. സോ 8 സൈൻ ഇൻവേഴ്സ് 1, പിന്നെ ബാക്കി ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എല്ലാം 0 ആയി പോകും. മനസ്സിലായി? അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ഒക്കെ 0 ആണ്. സോ ലോവർ ലിമിറ്റ് ടേംസ് എല്ലാം ക്യാൻസൽ ആയി. നെക്സ്റ്റ് 8 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 π/2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 8 ഇൻറ്റു π/2 ദാറ്റ് ഇസ് 12 pi സ്ക്വയർ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് dy by dx equal to sin of x plus y plus cos of x plus y. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a log of 1 plus tan of x plus y by 2 is equal to x plus c. b log of tan of x plus y whole by 2 is equal to x plus c. c log of 1 plus tan x plus y is equal to x plus c. d none of these. Correct answer option A ആണ്. So first of all നമുക്ക് തന്നിരിക്കുന്ന dy by dx എന്താ?
cos of x plus y plus sin of x plus y. അത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ x plus yക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക z. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x, LHS ഉം RHS ഉം. അപ്പോൾ x-ന്റെ 1 വരും, y-യുടെ dy by dx വരും, z-ന്റെ dz by dx. 1 plus dy by dx equal to dz by dx. ഈ വാല്യൂസ് ഇനി ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് dy by dx-ന് പകരം ഇനി എന്ത് കൊടുത്താൽ മതി? dz by dx minus 1. ഈ 1 അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ -1 ആവും. അപ്പോൾ dy by dx കിട്ടും. സോ dz by dx minus 1 is equal to ഇനി x plus y എന്ന് പറയുന്നത് z ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ cos z plus sin z. ഇതിൽ നിന്ന് dz by dx മാത്രം സെപ്പറേറ്റ് ചെയ്യാം. ഈ 1 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ cos z plus sin z plus 1. ഇനി ഇതിൽ നിന്ന് അഗെയിൻ dx-നെ RHS-ൽ കൊണ്ടുപോകാം. ബാക്കി ടേംസ് z-ന്റെ അല്ലേ, അപ്പോൾ dz ഡിവൈഡഡ് ബൈ cos z plus sin z plus 1 ഈക്വൽ ടു dx. ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇൻറ്റഗ്രൽ dz ബൈ cos z plus sin z plus 1 ഈക്വൽ ടു ഇൻറ്റഗ്രൽ dx ആണ്. ക്ലിയർ ആയല്ലോ? ഇനി കോസിന്റെ ഫോർമുല ഓൾറെഡി നമ്മൾ നേരത്തെ യൂസ് ചെയ്തു, 1 minus tan square z by 2 by 1 plus tan square z by 2. സൈൻ z-ന്റെ ഫോർമുല എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ 2 tan theta by 2 by 1 plus tan square theta by 2. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഈ ഫോർമുല യൂസ് ചെയ്യുക. +1 അങ്ങനെ തന്നെ എഴുതുക, RHS അങ്ങനെ തന്നെ എഴുതുക. നെക്സ്റ്റ് ഇത് എന്തായിട്ട് മാറും? സിംപ്ലിഫൈഡ് ഫോർമുല ഇൻറ്റഗ്രൽ dz ബൈ ഇതേപോലെ നമ്മൾ ജസ്റ്റ് LCM എടുക്കുക. അപ്പോൾ 1 minus tan square z by 2 plus 2 tan z by 2 plus 1 plus tan square z by 2 divided by 1 plus tan square z by 2. ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഈ ഒരു ടേം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആയിട്ട് പോകുമ്പോൾ ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ 1 plus tan square z by 2 dz അതാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ടേംസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി 1 plus 1 എന്ന് പറയുന്നത് 2 ആണ്. സോ 2 plus 2 tan z by 2. ഓക്കെ, ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇത് tan z by 2 ആണ്, tan സ്ക്വയർ ഇല്ല കേട്ടോ. 2 tan z by 2 which is equal to integral dx. ഇനി 1 plus tan square z by 2 എന്താ? sec square z by 2 ആണ്. ഇൻറ്റു dz ഡിവൈഡഡ് ബൈ 2 ഔട്ട്സൈഡ് എടുക്കുക ഈ ടേം എന്ന്. സോ ഇൻറ്റു 1 plus tan z by 2. അഗെയിൻ 1 plus tan z by 2 വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക t. സോ അതിൻ്റെ ഡെറിവേറ്റീവ് LHS RHS എടുത്താൽ എന്താവും? 1ന്റെ 0 tan z by 2ന്റെ 1/2 sec square z by 2 ഇൻറ്റു dz is equal to dt. അപ്പോൾ നമുക്ക് ഇത് ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യാം? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇൻറ്റഗ്രൽ ഓൾറെഡി 1/2 sec square z by 2 ഇൻറ്റു dz എന്നുള്ളത് dt ആണ്. സോ dt ഡിവൈഡഡ് ബൈ t which is equal to RHS അങ്ങനെ തന്നെ ഇത് ഇൻറ്റഗ്രൽ dx. ഈ ഇൻറ്റഗ്രൽ dx എന്ന x plus c ആണ്. ഓക്കെ, ഇനി ഇൻറ്റഗ്രൽ dt ബൈ t എന്താ? log. ഇത് log ആണ്, log t ആണ്. സോ log ഇനി ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1 plus tan z by 2 is equal to x plus c. ഇനി z-ന് അഗെയിൻ ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യില്ല, അതുപോലെ x plus y then whole by 2 ഇവിടെ ഓൾറെഡി ഉള്ളതാണ് is equal to x plus c. Next question. The integrating factor of the differential equation dy by dx plus y is equal to 1 plus y by x is options A x into e raised to x, B x by e raised to x, C e raised to x by x, D e raised to x. Correct answer option C ആണ്, e raised to x by x. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം സോൾവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കണം, അത് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ജനറൽ സൊല്യൂഷൻ മാത്രം ചോദിക്കും, ചിലപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ അത് ഡിപ്പെൻസ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാം. അപ്പോൾ dy by dx plus y is equal to 1 plus y by x. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ്, അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ 1 by x plus y by x ആണ് അല്ലേ. ഇനി ഇവിടെ ഈ y by x-ന് LHS-ൽ കൊണ്ടുപോകാം. അപ്പോൾ dy by dx plus y dy by dx plus y minus y by x equal to 1 by x ഉണ്ട് അല്ലേ. അപ്പോൾ ഈ y minus y by x-ൽ y ഔട്ട്സൈഡ് എടുത്താൽ 1 minus 1 by x കിട്ടും. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ dy by dx plus y into 1 minus 1 by x equal to x. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ജനറൽ ഫോമായി, അതായത് dy by dx plus p into y is equal to q. അതായത് p and q എന്ന് പറയുന്നത് എന്താ? ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അത് ശരിയാണ് അല്ലേ, ഫങ്ഷൻസ് ഓഫ് എക്സ് തന്നെയാണ്. സോ ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral p dx, അതായത് ഇൻ്റഗ്രൽ 1 minus 1 by x dx. ദാറ്റ് ഈസ് ഈ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 1 എന്താ? എക്സ് ആണ്. അപ്പോൾ നമ്മൾ അത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യുക. e raised to integral 1 dx, അതായത് e raised to x ഇൻറ്റു e raised to integral minus 1 by x dx. അതെന്ന് പറയുന്നത് എന്താ? മൈനസ് ln x ആണ്. ഇനി e raised to minus ln x എന്ന് പറയുന്നത് എന്താ?
ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ പവർ ആയിട്ട് വരും, എക്സിന്റെ പവർ ആയിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ e raised to ln x raised to -1 ദാറ്റ് ഇസ് e raised to log of any function ആ ഫംഗ്ഷൻ തന്നെയാണ് x raised to -1. അപ്പോൾ 1/x, ആ 1/x ഇൻറ്റു e raised to x ഓൾറെഡി നമുക്ക് കിട്ടി. അപ്പോൾ e raised to x/x ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the general solution of the equation dy by dx equal to x square by y square is options A x cube minus y cube equal to c, b x cube plus y cube equal to c, c x square plus y square equal to c and d x square minus y square equal to c. Correct answer option A ആണ് x cube minus y cube equal to c. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള dy by dx equal to x square by y square, ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y square dy equal to x square dx കിട്ടും. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ ഇൻറ്റഗ്രൽ y square dy is equal to ഇൻറ്റഗ്രൽ x square dx. ഇൻറ്റഗ്രൽ y square dy എന്താ y cube by 3, ഇൻറ്റഗ്രൽ x square dx ഉണ്ട് x cube by 3 പ്ലസ് ഇതേപോലെ c എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഓൾറെഡി രണ്ട് ടേംസിന് ബൈ 3 ഉള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ബൈ 3 എന്ന് എഴുതുന്നു സിയുടെ കൂടെ. ഓക്കെ, അതിപ്പോൾ എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഏറ്റവും മിനിമൈസ്ഡ് ഫോമിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. സോ c by 3 എഴുതി, എന്നിട്ട് ഈ 3 നെഗ്ലക്ട് ചെയ്യുക, എല്ലാത്തിനും കോമൺ ഫാക്ടർ അല്ല. എന്നിട്ട് x cube മൈനസ് y cube ഈക്വൽ ടു c എന്ന് റീഅറേഞ്ച് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the particular solution of ln dy by dx is equal to 3x plus 4y where y of 0 equal to 0 is options A e raised to 3x plus 3 e raised to minus 4y equal to 4, b 4 e raised to 3x minus 3 e raised to minus 4y equal to 3, c 3 e raised to 3x plus 4 e raised to 4y equal to 7, d 4 e raised to 3x plus 3 e raised to minus 4y equal to 7. Correct answer option D ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. x equal to 0 ആകുമ്പോൾ y-യുടെ വാല്യൂ 0 തന്നാണ്. അതുമാത്രമല്ല dy by dx എന്നത് 3x plus 4y ആണ്, ln of ഓക്കെ log of dy by dx എന്നത് 3x plus 4y തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് വാട്ട്, ln of dy by dx equal to a term എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy by dx എങ്ങനെ എഴുതാൻ പറ്റും? റൈറ്റ് സൈഡിൽ e raised to അത് പവർ ആയിട്ട് എഴുതും. ഓക്കെ, അതൊരു പ്രോപ്പർട്ടിയാണ് എക്സ്പൊണൻഷ്യൽ. സോ dy by dx equal to e raised to 3x plus 4y. ക്ലിയർ ആയല്ലോ? അതായത് e raised to minus 4y dy. ഇതിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഒരു ടേമിന് e raised to 3x into e raised to 4y അല്ലേ? അപ്പോൾ dy by dx. ഇനി this is equal to, അപ്പോൾ e raised to 4y dy ഒപ്പം കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ e raised to 4y നമുക്ക് റെസിപ്രോക്കൽ ആയിട്ട് വരും. അത് മുകളിലേക്ക് എഴുതിയാൽ എന്താ? e raised to minus 4y. അപ്പോൾ e raised to minus 4y dy is equal to dxനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ e raised to 3x dx കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യും. സോ ടു സൈഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ e raised to minus 4y dy is equal to ഇൻറ്റഗ്രൽ e raised to 3x dx. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ്, ഇനി e raised to x തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് പവർ ചെയ്യണം. സോ e raised to minus 4y ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? -4 ആണ് വരിക, അതിനെ -1/4 എന്ന് എഴുതി, അത്രയേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു അഗെയിൻ e raised to 3x ഇൻറ്റഗ്രൽ എന്താ? e raised to 3x by 3 പ്ലസ് c. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, y of 0 0 ആണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ എക്സും വൈയും 0 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? -1/4 e raised to -4 into 0 ഈക്വൽ ടു e raised to 3 into 0 by 3 plus c. ഇതിൽ നിന്ന് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, -1/4 -1/3 ദാറ്റ് ഇസ് -7/12. ഇതിനി വീണ്ടും ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ വാല്യൂ -7/12. അപ്പോൾ -1/4 e raised to -4y is equal to e raised to 3x by 3 -7/12. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുക പറഞ്ഞാൽ 12 ആണ് LCM എടുക്കുമ്പോൾ വരിക. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇതേപോലെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് ആ നോർമൽ റാഷണൽ ഫോം മാറിക്കിട്ടും. സോ ഫസ്റ്റ് കേസിൽ ഇപ്പോൾ -1/4 e raised to -4y അല്ലേ? അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ 3 വരും. സോ -3 e raised to -4y then is equal to e raised to 3x by 3 എന്നുള്ളത് നമ്മൾ ഇൻറ്റു 12 ചെയ്യുമ്പോൾ again മുകളിൽ 4 വരും. 4 e raised to 3x then -7/12 into 12 എന്താ? 7. ഓക്കെ, അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ ഈ 7 -7 LHS കൊണ്ടുപോകാം, -3 e raised to -4y RHS കൊണ്ടുപോകാം. അപ്പോൾ 4 e raised to 3x plus 3 e raised to -4y is equal to 7. Next question.
The feasible region for an LPP is shown in the figure. Let f is equal to 3x minus 4y be the objective function. Maximum value of f is. അപ്പോൾ നമുക്ക് ഒരു ഫീസിബിൾ റീജിയൻ തന്നിട്ടുണ്ട് അല്ലെ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ആ റീജിയൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആ 4 വേർട്ടിസസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് എഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫിൻ്റെ വാല്യൂ 3x മൈനസ് 4y. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A 8, B 6, C -12, D -10. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B 6 ആണ്. അപ്പോൾ നമുക്ക് കോർണർ പോയിന്റ്സിൽ എഫിൻ്റെ വാല്യൂസ് കാണാം അല്ലെ. കോർണർ പോയിന്റ്സ് തന്നിട്ടുണ്ട് ഓൾറെഡി. ഏതൊക്കെയാണ്? 0 0, then 6 3, 6 7, 0 4 അല്ലെ. ഈ 4 കോർണർ പോയിന്റ്സ് അവിടെ എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അപ്പോൾ 6 7 പറയുമ്പോൾ 3 × 6 -4 × 7. ഓക്കെ, അതായത് 18 - 28 ദാറ്റ് ഇസ് -10. അപ്പോൾ -10 വാല്യൂ കിട്ടും. അതുപോലെ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് -16 0 6 വാല്യൂ കിട്ടും. ഇതിൽ എഫിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ? 6 ആണ് അല്ലേ. സോ അത് ഏത് പോയിന്റിലാണ്? 6,3ലാണ് ഒക്കെ ചെയ്യുന്നത്. നമ്മളടുത്ത് ഇപ്പോൾ പോയിന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സപ്പോസ് ചില ക്വസ്റ്റ്യനിൽ പോയിന്റ് ചോദിക്കും, അപ്പോൾ നിങ്ങൾ 6 3 മെൻഷൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, സോ 6 ആണ് ആൻസർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Determine the maximum value of z equal to 3x plus 4y if the feasible region, അതായത് shaded region for an LPP is shown in the figure. Options A 154, B 196, C 220 and D 113. So ഇവിടെ ഡയഗ്രാം നോക്കാം. അപ്പോൾ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. അതായത് നമുക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. ആ 2 ലൈൻസ് ഏതൊക്കെയാണ്? x plus 2y equal to 76ഉം 2x plus y is equal to 104. ഇതാണ് 2 ലൈൻസ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ കോമൺ പോയിന്റ് E മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വേർട്ടിസസ് 4 കോർണർ പോയിന്റ്സ് വരാം? O, A, E, D. ഓക്കെ, അപ്പോൾ ആ 4 പോയിന്റ്സും നമുക്ക് ഇതേപോലെ സെഡിൻ്റെ മാക്സിമം വാല്യൂസ്, അതായത് വാല്യൂസ് കണ്ടുപിടിക്കാം. അതിൽ ഏതാണ് മാക്സിമം കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഫിഗറിന് മനസ്സിലാവും കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത് O, A, E, D ആണ് അല്ലേ. ഏതൊക്കെയാണ് വേർട്ടിസസ് വരിക? ഇപ്പോൾ 0 0 ആണ് ഇവിടെ ഓയുടെ പോയിന്റ്സ് വരിക. നെക്സ്റ്റ് നമുക്ക് എയുടെ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാം? ഇപ്പോൾ സപ്പോസ് ഇവിടുത്തെ ഇപ്പോൾ നമുക്ക് 0 0 ഒറിജിൻ ആണെന്നറിയാം. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ, എ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ 2x plus y is equal to 104 അല്ലേ. 2x plus y is equal to 104. അത് എക്സ് ആക്സസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ വൈയുടെ ടേം എന്ന് പറയുന്നത് 0 ആണ്. സോ 2x equal to 104. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 52. ക്ലിയർ ആയി? അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയല്ലോ 52,0. ഓക്കെ, അങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കുക 52,0. ഇതേപോലെ ഡി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ലൈൻ x plus 2y equal to 76. x plus 2y is equal to 76. ഇതിൽ നമുക്കിപ്പോൾ y ആക്സിസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ y ആക്സിസിൽ x 0 ആണ്. സോ 2y equal to 76 കിട്ടും. അതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്താ കിട്ടും? 38. 36 അല്ല 38. സോ 0,38 ആ പോയിന്റ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇ എന്ന് പറയുന്നത് 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അല്ലേ. അപ്പോൾ ആ 2 ഇക്വേഷൻസ് ഈക്വൽ ആയിരിക്കും. അതായത് 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് x plus 2y is equal to 76ഉം 2x plus y is equal to 104. ഇത് രണ്ടും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഈക്വൽ ആക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2x plus 4y is equal to 76 into 2. ഓക്കെ, ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 3y is equal to നമുക്ക് 76 into 2 minus 104 ആൻസർ കിട്ടും. ആ ആൻസർ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. അതായത് ഇവിടെ y നമുക്ക് 16 ആണ് കിട്ടുക. ഇതിപ്പോൾ ഇവിടെ നമുക്ക് 76 into 2 എന്ന് പറയുന്നത് 152 ആണ് കിട്ടുക അല്ലേ. 152 minus 104 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48 കിട്ടും. ദാറ്റ് ഈസ് y എന്ന് പറയുന്നത് 48/3 ആണ്, അതായത് 16. അപ്പോൾ എഗെയിൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ നമുക്ക് 44 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് 4 പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് z equal to 3x plus 4y ആണെന്ന് അറിയാം. അപ്പോൾ ഈ 4 പോയിന്റ്സിൽ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കാം.
ക്ലിയർ ആയല്ലോ? അതായത് 4 പോയിന്റ്സ് നോട്ട് ചെയ്യാം. അവിടെ സെഡിന്റെ വാല്യൂ, സെഡ് എന്ന് പറയുന്നത് 3x + 4y ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 × 0 + 4 × 0 0 ആണ്. 3 × 52 + 4 × 0 156. 3 × 44 + 4 × 16 196. നെക്സ്റ്റ് 3 × 0 + 38 × 4 ദാറ്റ് ഈസ് 152. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വാല്യൂ 196 എന്ന് മനസ്സിലായി. സോ at 44,16 x 44ഉം y 16 ആവുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ സെഡിന് മാക്സിമം വാല്യൂ 196 ഉള്ളത്. സപ്പോസ് ആ പോയിന്റ് ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? 44,16 ആണ് ആ പോയിന്റ് വാല്യൂ വരെ. ഓക്കെ, താങ്ക് യു.